മനസ്സിൽ പ്രണയമില്ലാത്ത ആരും കാണില്ലല്ലോ. അതിൻ്റെ തോത് ഏറിയും കുറഞ്ഞും ഇരിക്കാം ഒരുപക്ഷെ. എല്ലാവർക്കും ഉള്ളിൽ പ്രണയമുണ്ട്. നമ്മൾ കേട്ട് വളർന്നിരിക്കുന്ന എത്രയോ പ്രണയഗാനങ്ങൾ ഒരു ലൈബ്രറി പോലെ നമ്മുടെ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് പഴയ കാലത്തെ ഹിന്ദി മലയാള ഗാനങ്ങളെല്ലാം പ്രണയഗാനങ്ങളായിരുന്നു. സിനിമാ ഗാനങ്ങൾ ലളിതഗാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തന്നെയും അവയും പലതും ഒട്ടുമിക്കവാറും എല്ലാം പ്രണയഗാനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ പാടുമ്പോൾ ഈ രചനയ്ക്കനുസൃതമായി നമ്മളുടെ ശബ്ദം അതിലൂടെ എന്തോ ഒരു വിരുത് നെയ്യുന്നുണ്ട്. അതാണ് പ്രണയം എന്ന ഒരു ഭാവം കേൾവിക്കാരിൽ ഏൽപ്പിക്കുന്നത്, അവരുടെ ഉള്ളിലേക്ക് എത്തുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു രൂപത്തെ മാത്രം പ്രണയിക്കുകയാണെങ്കിൽ അത് വളരെ ലിമിറ്റഡായിപ്പോൾ ഒരു പ്രത്യേക വ്യക്തിയോട് മാത്രമുള്ള ഒരു പ്രണയമാണെങ്കിൽ, അപ്പോൾ ഒരു പാട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ ഒരുപാട് കാര്യങ്ങളോട് പ്രണയം കാണും. സൗന്ദര്യമുള്ള ഒരുപാട് കാര്യങ്ങളോട് പ്രണയം കാണും. അതൊരു സ്ത്രീ തന്നെ ആവണമെന്നില്ല, സ്ത്രീകളോടുണ്ടാകാം, സൗന്ദര്യമുള്ള ചിത്രങ്ങളോടാകാം. നമ്മൾക്ക് സുഖം തരുന്ന പല പല സാധനങ്ങളുണ്ട് ഈ ലോകത്തിൽ. നല്ല ഭക്ഷണം, ഇതിനോടൊക്കെ നമുക്ക് സ്നേഹവും പ്രണയവും കാണാം. നമ്മളുടെ ഏറ്റവും മൂർത്തമായ പ്രണയം ഒരുപക്ഷെ നമ്മളുടെ ഭക്തിയായിരിക്കും. ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ പല വിഗ്രഹങ്ങളോ നമ്മുടെ ഉള്ളിലുള്ള പല പല ഇമേജോ ഒക്കെ ആവാം. അതിനോടൊക്കെ നമുക്ക് പ്രണയം കാണാം. അത് ഒരുപക്ഷെ നമുക്ക് അറിയിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരുപക്ഷെ രചനകളിലൂടെ കിട്ടുമ്പോൾ കുറച്ചും കൂടെ അതിനൊരു മിഴിവ് നമ്മൾ പാടുമ്പോൾ വരുന്നുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അത് കേൾവിക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ പ്രണയിച്ചിരിക്കുന്ന ഗാനങ്ങളെല്ലാം ഞാൻ പാടി എൻ്റെ സ്വന്തമാക്കുന്നതിന് മുമ്പുള്ള ഗാനങ്ങളാണ്. എൻ്റെ ഗാനങ്ങളിൽ ഒരു ധാരാളം പ്രണയം പലരും ദർശിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ പ്രണയിപ്പിച്ചിരിക്കുന്നത് കൂടുതലും ഞാൻ കേട്ടിരിക്കുന്ന ഗാനങ്ങളാണ്. ദാസേട്ടൻ്റെ ഗാനങ്ങൾ, മുഹമ്മദ് റഫിയുടെ ഗാനങ്ങൾ, തലത് മെഹമ്മൂദിൻ്റെ ഗാനങ്ങൾ, മുകേഷിൻ്റെ ഗാനങ്ങൾ, SPBയുടെ ഗാനങ്ങൾ, TM സൗന്ദരരാജൻ്റെ ഗാനങ്ങൾ. ഇതൊക്കെ എന്നിൽ ഒരുപാട് മെഹദി ഹസൻ്റെ, ഹരിഹരൻ്റെ, ഗുലാം അലിയുടെ, അനൂപ് ജലോട്ടയുടെ, പങ്കജുദാസിൻ്റെ, ഇവരുടെയൊക്കെ ഗാനങ്ങൾ എന്നിൽ ശേഷിപ്പിച്ചിട്ട് പോയ പ്രണയകൽപ്പനകൾ വളരെ ആഴത്തിലുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം പ്രണയിച്ച് തുടങ്ങുന്ന സമയത്ത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു കാഴ്ചയിൽ ഭംഗിയുള്ളൊരു പെൺകുട്ടിയുടെ ആയിരിക്കും എപ്പോഴും എല്ലാ ആൺകുട്ടികൾക്കും താല്പര്യം തോന്നുക. അല്ലാതെ ഇപ്പോൾ നമുക്ക് പറയാം ഞാൻ സൗന്ദര്യമുള്ളൊരു മനസ്സാണ് ഇഷ്ടപ്പെടുന്നതെന്നൊക്കെ പറയാമെങ്കിലും ആദ്യം ഇതൊന്നുമല്ല. നമ്മൾ കാണാൻ ഭംഗിയുള്ള ഒരുവിധം പെൺകുട്ടികളോടൊക്കെ നമുക്ക് താല്പര്യം തോന്നും ഒരു പ്രായത്തിൽ. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഗാനങ്ങൾ ഒരുപാട് അത്തരത്തിലുള്ള പാട്ടുകളാണ്. ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാൻ, എത്രയോ പാട്ടുകൾ. പാരിജാതം തിരുമൊഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപ്പലമിഴി നീ മാത്രം എന്തിനുറങ്ങി, എത്രയോ എൻ മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നും പൗർണമി വിടർന്നേന്, ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിൻ്റെ പൊന്നിൻ ചിലമ്പൊലി കേട്ടുണർന്നു. എത്രയോ ഗാനങ്ങൾ. ഒരു കാലത്ത് ഉദാത്തമായ കവിതാശകലങ്ങൾ അതിസുന്ദരമായ ശബ്ദങ്ങളിലൂടെ, ഈണങ്ങളിലൂടെ പെയ്തിറങ്ങി ഞാൻ ഉൾപ്പെടുന്ന ഒരു വലിയ തലമുറയെ മുഴുവൻ പ്രണയലോലുപരാക്കിയിട്ടുണ്ട്. നമ്മൾ സ്വപ്നം കാണുന്ന, വായിച്ചറിഞ്ഞിട്ടുള്ള, പാട്ട് കേട്ടിട്ടുള്ള പ്രണയം ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രണയം എന്ന് പറയുന്നത് വേറൊന്ന്. യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ വായിച്ചറിഞ്ഞ പ്രണയമല്ല, ഒരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ധാരാളം കഷ്ടപ്പാടുകളും പല പല പ്രയാസങ്ങളുണ്ടാവും. അതിനിടയിൽ കൂടെയും പല വ്യക്തിപരമായ വൈരുദ്ധ്യങ്ങൾക്കിടയിലൂടെ രണ്ട് ആത്മാക്കൾ അടുക്കുകയാണ്. ആ സ്പേസ് ഷെയർ ചെയ്യാൻ പിന്നെ 1-2 കുട്ടികളുണ്ടാകുന്നു, ഇവരുടെ ബന്ധുക്കളുണ്ടാകുന്നു. അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതിനൊക്കെ ഇടയിൽ പ്രണയിക്കാൻ ഇവർ വീണ്ടും അവസരം ഉണ്ടാക്കുന്നു. അവരുടേതായിട്ടുള്ള പല പല വികാരങ്ങളിലൂടെ അവരുണ്ടാക്കുന്ന ചില സമയങ്ങളിൽ അവർ പ്രണയിക്കുന്നു. അതാണ് എൻ്റെ ഭാര്യ രശ്മിയുടെയും പ്രണയം എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഞാൻ വായിച്ചിട്ടുള്ള അല്ലെങ്കിൽ
ഞാൻ പാടിയിട്ടുള്ള പ്രണയം പോലെയല്ല. അത് ഞങ്ങൾക്ക് മാത്രം അനുഭവവേദ്യമായ, ഞങ്ങൾ മാത്രം കണ്ടെത്തിയ ഒരു പ്രണയമാണ് എൻ്റെ രശ്മിയുടെ. വ്യക്തിപരമായിട്ടുള്ള പ്രണയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഓർക്കാൻ താല്പര്യം കൂടുതലും എൻ്റെ പാട്ടുകൾ കൊണ്ട് ജീവിതം ഒന്നായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ, പലരുടെയും കാര്യങ്ങൾ എനിക്കറിയാം. ചന്ദനമണിവാതിൽ പാതിചാരി ഇറങ്ങിയ സമയം, അത് പോപ്പുലർ ആവാൻ കുറച്ച് സമയം എടുത്തു, 2 വർഷം കഴിഞ്ഞു ഫിലിം റിലീസായിട്ട്. ആ പാട്ട് അന്ന് ആകാശവാണി മാത്രമേ ഉള്ളൂ. റേഡിയോയിലൂടെ ഇങ്ങനെ അലയടിക്കുമ്പോൾ എനിക്ക് ഒരു കോള് എൻ്റെ വീട്ടിലെന്നെ തേടിയെത്തുന്നു. ആ കോൾ എൻ്റെ നമ്പർ തേടി പിടിച്ച് അവർ വിളിക്കുകയാണ്. ഒരു കാമുകനും ഒരു കാമുകയും കൂടിയിട്ട്. അവർ പറഞ്ഞു, ഞങ്ങൾ ദീർഘനാളായിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു. ഒരു പ്രണയത്തിനിടയിലുണ്ടായ ഒരു സ്വരച്ചേർച്ചയില്ലായ്മയിൽ ഈ പാട്ട് കേട്ടത് മുതൽ ഞങ്ങൾക്ക് വീണ്ടും പ്രണയിക്കണം എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രണയിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ കാമുകൻ വീണ്ടും ഫോൺ എടുത്തിട്ട് പറഞ്ഞു, രാത്രിയുടെ ഒരു അന്ത്യയാമങ്ങളിൽ, ഏതോ ഒരു രാത്രിയുടെ ഒരു അന്ത്യയാമത്തിൽ ഞങ്ങൾ വീണ്ടും ഒന്നായി. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ ജീവിതം ഒന്നാക്കണം, കല്യാണം കഴിക്കണം, ഒരുമിച്ച് തന്നെ ഞങ്ങളാവണം എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞ് പിന്നെ അവരുടെ കല്യാണ എഴുത്തും അതിൻ്റെ കൂടെ ഒരു കുറിപ്പും ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് മറ്റു കാര്യങ്ങൾ എനിക്ക് അറിയില്ല, എന്താ സംഭവിച്ചിരിക്കുന്നത് അറിയില്ല. അങ്ങനെ ഗാനങ്ങൾ ഒന്നാക്കി തീർത്തിരിക്കുന്ന ജീവിതങ്ങളുണ്ട് പാട്ടുകളിലൂടെ. ഇത് വ്യക്തിപരമായിട്ട് എൻ്റെ ഒരു പാട്ടിൻ്റെ ഒരനുഭവമാണ്. അങ്ങനെ പല ഗാനങ്ങൾക്കും ഒരുപക്ഷെ പല കഥകൾ പറയാൻ കാണും. ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖേ, ആർദ്രമീ ധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖേ, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ.